ിലേക്ക് വരാം. ഇപ്പോൾ ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ശോഭന ജോർജ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മരണം ഉണ്ടായപ്പോൾ, സൂര്യയുടെ മരണം ഉണ്ടായപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്, അരളിപ്പൂവിന് ഒരാളെ കൊല്ലാനുള്ളത്ര വിഷമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ഇങ്ങനെ വിഷാംശം ഉള്ളിൽ ചെന്ന് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു മരണം സംഭവിക്കുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സൂര്യൻ ചെയ്തത്. ഫോൺ ചെയ്യുമ്പോൾ അശ്രദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് കടിക്കുക, വായിൽ വെക്കുക ഒക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. ചെടിയുടെ ഇല എടുത്ത് വായിൽ വെക്കുക. അങ്ങനെ ചെയ്ത ഒരു കുട്ടി പെട്ടെന്ന് ഇല്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശരിക്കും അത് വളരെ ഗൗരവമായ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് തന്നെ. കാരണം ഈ സൂര്യ എന്റെ വീടുമായിട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അത്ര അടുത്ത് നടന്ന ഒരു സംഭവം, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് വേണം പറയാൻ. അത് വലിയൊരു ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായി ഇത് ഇപ്പോഴെല്ലാവരും കാണുന്നു എന്ന് പറയുന്നത് ശരിക്കും സ്വാഗതാർഹമാണ്. ഇതിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ആരാണെന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. മാംഗോ മെഡോസിന്റെ എം ഡി ആണ്. മാംഗോ മെഡോസ് എന്ന് പറയുന്ന സംരംഭത്തിന്റെ എം ഡി ആണ്. അദ്ദേഹം ഒരുപാട് ചെടികളൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. എൻ കെ കുര്യൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് കേൾക്കാൻ എനിക്കിടയായി. 100% അദ്ദേഹത്തെ പോലെ അത്ര കൃത്യമായി പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, അരളി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ചെടിയും പൂവും കായും വേരും എല്ലാം തന്നെ വിഷാംശം ഉള്ളതാണ്. അത് കൂടുതൽ ഞാൻ റിസർച്ച് വിങ്ങുമായിട്ട് സംസാരിച്ചപ്പോൾ ഔഷധിയുടെ എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇതിന് വിലക്കുറവാണ് ഈ പൂവിന്. പിന്നെന്ന് പറയുന്നത് ഇത് വളരെ ഈസി അവൈലബിൾ ആണ്. പിന്നെ കണ്ട ഭയങ്കര ഭംഗിയാണ്. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പൂവെന്ന് പറയുന്നത് ഈ വിഷാംശം ചേരുന്ന ലായനിക്കകത്ത് മുക്കി അതിന്റെ വിഷവും കൂടി ഇതിന്റെ കൂട്ടത്തിലുണ്ടെന്ന് ആലോചിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞ ഇപ്പൊ വിവാഹത്തിന് കല്യാണ പെണ്ണിന്റെ തലയിൽ വരെ വെക്കാനും പിന്നെ അതുപോലെ തന്നെ അലങ്കരിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിവേദ്യത്തിൽ ഇപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു 2023 തന്നെ അരളി പൂവ് നിവേദ്യത്തിൽ, അതായത് ഏതൊക്കെ പൂവുകൾ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഗൗരവം നമ്മുടെ എല്ലായിടത്തും, വേലിക്ക് പോലും ഇപ്പം വെക്കുന്നത് ഇതിന്റെ ഭംഗിയും അതുപോലെ വളരും, ഏത് കാലാവസ്ഥയിലും വളരും. നമ്മൾ പ്രത്യേകിച്ച് അതിനെ പരിപാലിക്കണമെന്നൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തില് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ കാര്യത്തില് എല്ലാവരും ഇടപെട്ട് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇത് താങ്കൾ യാത്രയിലാണെന്ന് അറിയാം.